അരിത്തമെറ്റിക് സീക്വൻസും സെക്കൻഡ് ഡിഗ്രിയും കൂടെ കണക്ട് ചെയ്ത് കുറേ ക്വസ്റ്റ്യൻസ് നമുക്കുണ്ട്. ഇവിടെ നമ്മുടെ അതേ ക്വസ്റ്റ്യൻ തന്നെ ഇപ്പം നമുക്ക് തന്നിട്ടുണ്ട് 5, 7, 9 എക്സെട്ര ആണെങ്കിൽ എത്ര ടേം കൂട്ടുമ്പോഴാണ് സമ്മ് നമുക്ക് 140 കിട്ടുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഹൗ മെനി ടേംസ് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് 5, 7, 9, 10 മസ്റ്റ് ബി ആഡഡ് ടു ഗെറ്റ് ദ സം 140 എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. 5 കോമൺ ഡിഫറൻസ് ഡി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇത് x1, ഇത് x2, ഇത് x3 ആണെങ്കിൽ നമ്മുടെ കോമൺ ഡിഫറൻസ് എന്നാ മക്കളെ? s2 മൈനസ് x1. അതായത് സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറയ്ക്കുന്നതാണ് കോമൺ ഡിഫറൻസ്. അരിത്തമെറ്റിക് സീക്വൻസിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ 7 മൈനസ് ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 5. അപ്പോൾ 7 മൈനസ് 5 എന്ന് പറഞ്ഞാൽ 2 ആയി. അപ്പോൾ നമ്മുടെ ടേംസ് എല്ലാം കിട്ടി. ഇനി എസ് എന്നിലേക്ക് നേരെ കൊടുത്താൽ മതി. ഫോർമുല എന്നാ? n/2 ഇൻറ്റു 2f പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണ്. ഇവിടെ നമുക്ക് എഫ് അറിയാം, എഫ് നമുക്ക് തന്നിട്ടുണ്ട്, ഡി അറിയാം. അത് നമ്മൾ ഈ ഇക്വേഷനിലേക്ക് കൊടുത്തു. n/2 അങ്ങനെ തന്നെ എഴുതി. 2 ഇൻറ്റു എഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം 5 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ 2 നമ്മൾ ഇക്വേഷനിലേക്ക് അങ്ങനെ തന്നെ കൊടുത്തു. ഇവിടെ നമ്മൾ ഇങ്ങനത്തെ പ്രോബ്ലം വരുമ്പോൾ ഈ രണ്ട് 2ഉം കോമൺ ആണെങ്കിൽ ആ കോമൺ 2നെ നമ്മൾ എപ്പോഴും പുറത്തേക്ക് എടുക്കുക. അതാണ് നമുക്ക് ചെയ്യാൻ എളുപ്പം. അതാണ് സിംപ്ലിഫിക്കേഷൻ എളുപ്പമാവും. അത് അവിടെ ഇട്ട് പ്രോഡക്റ്റ് ചെയ്ത് നമ്മൾ ഊടുപാടാക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നിന്ന് ഈ 2 പോയി കഴിയുമ്പോൾ നമുക്ക് ബാലൻസ് അവിടെ 5 അല്ലേ ഉള്ളത്. അതൊക്കെ നമ്മൾ നന്നായിട്ട് പഠിക്കണം. ഇവിടെ നിന്ന് 2 പോരുമ്പോൾ ബാലൻസ് n മൈനസ് 1 ഉണ്ട് നമ്മുടെ ആൻസർ. അപ്പോൾ നമ്മുടെ വാല്യൂ ഈ 2 2 വെട്ടിപ്പോവില്ലേ? ഇപ്പം n അങ്ങനെ തന്നെ എഴുതി, 5 അങ്ങനെ തന്നെ എഴുതി. 5ഉം ഈ മൈനസ് 1ഉം കൂടെ വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കൂട്ടി എഴുതാം, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് എഴുതിയിട്ട് എഴുതിയാലും മതി. ഇതിനടുത്ത് 5ഉം മൈനസ് 1ഉം കൂടെ കൂട്ടുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 മൈനസ് 1. n അങ്ങനെ തന്നെ എഴുതി. 5ഉം മൈനസ് 1ഉം കൂടെ കൂട്ടുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 വരും. അപ്പോൾ നമ്മളിത് പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ എന്നാ വരും? n² പ്ലസ് 4n വരും. അപ്പോൾ നമ്മുടെ Sn എന്ന് പറയുന്നത് n² പ്ലസ് 4n വരും. ഈ Sn എത്ര എന്ന് തന്നിട്ടുണ്ട്? ദാറ്റ് ഈസ് ഈക്വൽ ടു 140 തന്നിട്ടുണ്ട്. അപ്പോൾ Sn ഈക്വൽ ടു 140 ആണ്. നമ്മൾ ഈ വാല്യൂ ഇതുമായിട്ട് ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് നിന്ന് എത്ര ടേം എന്നിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ എത്ര ടേം ആണെന്ന് നോക്കാം. ഇപ്പം ഇവിടെ നമുക്ക് Sn എത്ര കിട്ടി മക്കളെ? Sn സമം 140 തന്നിട്ടുണ്ട്. നമ്മുടെ ഫോർമുല ഏതാ? n² പ്ലസ് 4n ഈക്വൽ ടു 140 ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ സമ്മ് നമുക്ക് 140 ആണെങ്കിൽ എത്ര ടേം കൂട്ടുമ്പോഴാണ് 140 കിട്ടണമെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണം. അപ്പോൾ നമ്മൾ ആ Sn എടുത്ത് നേരെ 140ലേക്ക് കൊടുത്തു. ഇനി ഇവിടെ നോക്കിയാൽ കംപ്ലീറ്റിംഗ് സ്ക്വയർ n അങ്ങനെ തന്നെ ഇറക്കി എഴുതി, പ്ലസ് ഇറക്കി എഴുതി. ഈ 4ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 2 വരും. ഓൾ സ്ക്വയർ കൊടുത്തു. 140 അങ്ങനെ തന്നെ എഴുതി. 2ന്റെ സ്ക്വയർ നമ്മളിവിടെ ആഡ് ചെയ്തു, 2 സ്ക്വയർ ആഡ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഫോർമുല എന്നാ? n പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 140 പ്ലസ് 2ന്റെ സ്ക്വയർ 4 വരും. അപ്പോൾ 144 വരും. അപ്പോൾ n പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ നമുക്ക് എന്നാ കിട്ടി? 144 കിട്ടി. അപ്പോൾ n പ്ലസ് 2 എന്ന് പറഞ്ഞാൽ റൂട്ട് 144 വരും. റൂട്ട് 144 എല്ലാവർക്കും അറിയാം 12 അല്ലേ? അപ്പം n പ്ലസ് 2 നമുക്ക് 12 കിട്ടി. അങ്ങനെയാണെങ്കിൽ n എന്ന് പറയുമ്പോൾ നേരെ 2 ഇപ്പുറത്തേക്ക് പോകില്ലേ? അപ്പോൾ n ഈക്വൽ ടു 12 മൈനസ് 2 ആയി. അപ്പോൾ നമ്മുടെ ആൻസർ ഈസ് 10 ആയി. നമുക്ക് വളരെ സിമ്പിളായിട്ട് അല്ല കംപ്ലീറ്റിംഗ് സ്ക്വയർ ചെയ്യുന്ന എല്ലാ പ്രോബ്ലത്തിലും ഇത് ഓർത്ത് വയ്ക്കുക, സ്റ്റെപ്പ് ഓർത്ത് വയ്ക്കുക. n അങ്ങനെ തന്നെ ഇറക്കി എഴുതി, പ്ലസ് ഇറക്കി എഴുതി. പ്ലസ് ആണെങ്കിൽ പ്ലസ്, മൈനസ് ആണെങ്കിൽ മൈനസ്. ഈ 4ന്റെ പകുതി 2 ദ ഹോൾ സ്ക്വയർ കൊടുക്കണം. ഈ 140 അങ്ങനെ തന്നെ എഴുതി. എന്നിട്ട് ഈ 2ന്റെ സ്ക്വയർ നമ്മളിവിടെ സം ചെയ്യണം. അപ്പോൾ 2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 വരും. 140 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ 144 വരും. അപ്പോൾ അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് എത്ര? 12 വരും. അപ്പോൾ n പ്ലസ് 2 12 ആണ്. അപ്പോൾ ഈ 2 ഇപ്പുറത്തേക്ക് വരുമ്പോൾ 12 മൈനസ് 2 10 ആയി നമ്മുടെ